اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 62ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻത ഹുർറുൻ മിമ്മാ അൻത അൻഹു ആയിസുൻ വ അബ്ദുൻ ലിമാ അൻത ലഹു ത്വാമിഉൻ. അൻത ഹുർറുൻ, നീ സ്വതന്ത്രനാണ്, മിമ്മ ഒന്നിൽ നിന്ന്, അന്ത അൻഹു ആയിസുൻ, നീ അതിനെ തൊട്ട് ആശ മുറിഞ്ഞവനാണ്, അതിൽ നിന്ന് നീ പൂർണ്ണമായും ആശ മുറിഞ്ഞവനാണ്, ആ ഒന്നിനെ തൊട്ട് നീ തീരെ ആഗ്രഹിക്കാത്ത ആളാണ്. എങ്കിൽ നീ ആ ഒന്നിൽ നിന്നും നീ ആരാണ്? സ്വതന്ത്രനാണ്. അൻത ഹുർറുൻ, നീ സ്വതന്ത്രനാണ്, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും നീ ആരാണ്? സ്വതന്ത്രനാണ്. കാരണം എന്താണ്? അൻത അൻഹു അല്ലെങ്കിൽ അൻത മിൻഹു ആയിസുൻ, ആ ഒന്നിൽ നിന്ന് നീ ആരാണ്? ആശ മുറിഞ്ഞവനാണ്. നീ അതിനെ തൊട്ട് തീരെ ആശിക്കാത്ത ആളാണ്, അതിനെ തൊട്ട് ആഗ്രഹിക്കാത്ത ആളാണ്, തീരെ കൊതിക്കാത്ത ആളാണ്. എങ്കിൽ നീ ആരാണ്? സ്വതന്ത്രനാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലി അന്നൽ യഅ്സ മിനശ് ശൈഇ, ഒരു വസ്തുവിൽ നിന്ന് ഒരാൾക്ക് ആശ മുറിയുക എന്നുള്ളത് അത് ദലീലുൻ അലാ ഫറാഗിൽ ഖൽബി മിൻഹു, അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം പൂർണ്ണമായി ഒഴിവായിട്ടുണ്ടോ എന്നതിന്റെ അടയാളമാണ്. വദാലിക, അത് തന്നെയാണ് എന്ത്? ഐനുൽ ഹുദ്ദിയത്തി മിൻഹു, പൂർണ്ണമായും നീ സ്വതന്ത്രനാണ് എന്നതിന്റെ അടയാളമാണത്. ഏതുപോലെ? കമാ അന്ന ത്വമഅ ഫി ഷൈ, ഒരു വസ്തുവിൽ നീ കൊതിക്കുക എന്നതുപോലെ, ആ കൊതിക്കുക എന്നുള്ളത് ദലീലുൻ അൽ ഹുബ്ബി ലഹു, ആ വസ്തുവിനോട് നിനക്ക് വല്ലാത്ത സ്നേഹമുണ്ട്, അതിനെ നീ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് നിനക്ക് ആവശ്യമുണ്ട് എന്നതിന്റെ അടയാളമാണ്. വദാലിക ഐനുൽ ഉബൂദിയ്യ, അത് അടിമത്തത്തിന്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, ഒരാൾക്ക് അള്ളാഹുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളം, അദ്ദേഹം എല്ലാ വസ്തുക്കളെ തൊട്ടും ആശ മുറിഞ്ഞവനായിരിക്കും. അദ്ദേഹം ഒന്നിനെയും എന്ത് ചെയ്യുന്നില്ല? ആശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തിനോടുള്ള ആഗ്രഹം മാത്രമാണ്? അള്ളാഹുവിനോടുള്ള അപാരമായ സ്നേഹവും. അള്ളാഹുവിനെ കുറിച്ചുള്ള ആഗ്രഹമല്ലാതെ മറ്റൊരു ആഗ്രഹവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരുന്നേയില്ല. എന്നാൽ വ അബ്ദുൻ, നീ അടിമയാണ്, ലിമാ അൻത ലഹു ത്വാമിഉൻ, നീ ഏതൊന്നിനെ കൊതിക്കുന്നുവോ നീ അതിന്റെ അടിമയുമാണ്. ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞത്, ഏതൊന്നിനെ തൊട്ട് നീ ആശ മുറിഞ്ഞവനാണോ നീ അതിൽ നിന്ന് സ്വതന്ത്രനാണ്. എന്നാൽ വ അബ്ദുൻ, നീ അടിമയാണ്, ലിമാ അൻത ലഹു ത്വാമിഉൻ, നീ ഏതൊന്നിനെ കൊതിക്കുന്നവനാണോ നീ അതിന്റെ അടിമയാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അൽ അബ്ദു ഹുർറുൻ, ചില അടിമകള് സ്വതന്ത്രന്മാരാണ്. എപ്പോ? ഇൻ ഖനിഅ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഏതൊന്നാണോ നൽകിയത് അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന ആള്, ആ വ്യക്തി അടിമയാണെങ്കിലും ആരാണ്? സ്വതന്ത്രനാണ്. എന്നാൽ വൽ ഹുർറു, നമ്മൾ സ്വതന്ത്രനായി കരുതുന്ന ചില ആളുകൾ, അവർ അബ്ദുൻ ഇൻ ഖനഅ, അവർക്ക് അതിൽ ഓരിപ്പോയിക്കുന്നില്ല എങ്കിൽ, അതിനോട് വല്ലാത്ത ഹൃദയബന്ധമുണ്ടെങ്കിൽ
അവർ ആര് തന്നെയാണ്, അവർ സ്വതന്ത്രന്മാരാണെങ്കിലും അവർ ഇപ്പോഴും ആരെന്നെയാണ്, അടിമകൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം പറയുന്നുണ്ട്, നീ എല്ലാ വസ്തുക്കളിൽ നിന്നും നിന്റെ ഹൃദയം പൂർണ്ണമായി ഒഴിവാക്കുക, എല്ലാ വസ്തുക്കളിൽ നിന്നും. അന്ത മഅൽ അക്വാനി, നീ സൃഷ്ടികളോടുകൂടെയാകുമ്പോ ഒരിക്കലും മാലം തഷ്ഹദിൽ മുക്കവ്വിൻ, പ്രപഞ്ചനാഥനാകുന്ന പരംപൊരുളാകുന്ന അള്ളാഹുവിനെ ഒരിക്കലും നിനക്ക് ദർശിക്കാൻ കഴിയില്ല. നീ സൃഷ്ടികളോടുകൂടെ നിന്റെ ഹൃദയം പൂർണ്ണമായി ദുനിയാവിലേക്ക് അല്ലെങ്കിൽ സമ്പത്തിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടിയിലേക്ക്, ആ സൃഷ്ടികളോടുള്ള ബന്ധമാണ് നിന്റെ ഹൃദയത്തിനുള്ളത് എങ്കിൽ ഒരിക്കലും നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. എന്നാൽ ഫൈദാ ഷഹിത്തഹു, ഒരു സൃഷ്ടികളോടും ബന്ധമില്ലാതെ പൂർണ്ണമായി നിന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ചു കഴിഞ്ഞ് അള്ളാഹുവിനെ നീ ദർശിച്ചു കഴിഞ്ഞാലോ, കാനത്തിൽ അക്വാനു മഅക്, എല്ലാ സൃഷ്ടികളും നിന്റെ കൂടെക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയം ഒരു മനുഷ്യന് വ്യക്തമായി ബോധ്യം വരണമെങ്കിൽ ചില ഉദാഹരണങ്ങൾ അവനക്ക് മനസ്സിലാകും. മഹാന്മാരാകുന്ന ആളുകൾ പറഞ്ഞൊരു മിസാലുണ്ട്. ഒരു 3 സുഹൃത്തുക്കൾ, അവർക്ക് 3 പേർക്കും ജോലിയില്ല. ജോലിയില്ലാതെ 3 സുഹൃത്തുക്കളും ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ഒരു മുതലാളി വന്നിട്ട് ആ 3 പേരോടും പറഞ്ഞു, നിങ്ങൾക്ക് 3 പേർക്കും ഞാനൊരു 3 വണ്ടി തരാം, വാഹനം തരാം, നിങ്ങൾക്കത് നിങ്ങളെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതോടുകൂടെ തന്നെ എൻ്റെ വല്ല ആവശ്യങ്ങളും വന്നാൽ ഞാൻ നിങ്ങളെ വിളിക്കും. അപ്പൊ എനിക്ക് വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനം ഓടിക്കണം. എനിക്ക് വേണ്ടി എത്രയാണോ നിങ്ങൾ ഓടിച്ചത് അതിൻ്റെ കാശ് നിങ്ങൾ കൂട്ടിവെച്ചാൽ മതി, ഞാനത് നൽകാമെന്നും പറഞ്ഞു. ഈ 3 പേർക്കും വല്ലാത്ത സന്തോഷായി. തങ്ങൾക്കൊന്നുമില്ലാതിരുന്ന ഈ സന്ദർഭത്തിൽ ഒരു ദൈവം പോലെ കടന്നു വന്നൊരു മനുഷ്യൻ 3 പേർക്കും ഓരോ വാഹനങ്ങൾ കൊടുത്തു. 3 ആളും ആ വാഹനത്തിന്റെ ഡ്രൈവർമാരായി ഇങ്ങനെ ഓടുകയാണ്. അവരെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ ഓടുന്നുണ്ട്, തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം, കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം ഈ 3 ഡ്രൈവർമാരിൽപ്പെട്ട ഒരാള്, അദ്ദേഹം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്. എന്താ കണക്ക് കൂട്ടുന്നത്? ഞാൻ എൻ്റെ ഉപജീവന മാർഗത്തിന് ഓടിയതാണ്, പക്ഷെ എൻ്റെ മുതലാളിക്കും, ഈ വണ്ടി തന്ന മുതലാളിക്കും ഞാൻ കുറെ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓടിയത് കണക്ക് പറഞ്ഞു വാങ്ങണം എന്നിങ്ങനെ കണക്ക് കൂട്ടി വെച്ച് ഇങ്ങനെ നിൽക്കുക. ആ സമയത്താണ് 2ാമത്തെ ഡ്രൈവർ വന്നത്. അപ്പൊ ഈ 1ാമത്തെ ഡ്രൈവർ ഇങ്ങനെ കണക്കൂട്ടി വെച്ചത് കണ്ടപ്പോ 2ാമത്തെ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ നമുക്കൊരു വാഹനം തന്ന ഒരു മുതലാളി, ആ മുതലാളിക്ക് വേണ്ടി ഓടിയത് നീ കണക്ക് വെക്കാൻ പറ്റുമോ? നീ എന്തൊരു വിഡ്ഢിയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുതലാളിക്ക് കൊടുക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു. ആര്? 2ാമത്തെ ആൾ. ആ സമയത്തുണ്ട് 3ാമത്തെ ഒരാൾ വരുന്നു. അപ്പൊ ഇവരിങ്ങനെ കണക്ക് കൂട്ടുന്നതും, 1ാമത്തെ ആള് കണക്ക് കൂട്ടി വെച്ചതും, 2ാമത്തെ ആള് മുതലാളിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യണമെന്ന് കണക്കൂട്ടി വെച്ച ആളും, ഈ 2 ആളെയും കണ്ടപ്പോ 3ാമത്തെ ആള് പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ്. ഒന്നുമില്ലാതിരുന്ന നമുക്ക് ഒരു വാഹനം തന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന മുതലാളിക്ക് കണക്ക് കൂട്ടി വെക്കാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് എന്തു കൊടുത്താലാണ് മുതലാളിക്ക് പകരാകുക? ഒന്നും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ മുതലാളിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, ആ മുതലാളിയെ ഇഷ്ടപ്പെടുക. ആ മുതലാളിയുടെ ഒരു നേരത്തെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ 2 ആളും കൊതിച്ചത് അത് വളരെ മോശമായി പോയി എന്ന് 3ാമത്തെ ആള് പറഞ്ഞു. ഈ 1ാമത്തെ ആളാണ് മുസ്ലിം. മുസ്ലിമിന്റെ ദർജയിലുള്ള ആളാണ് 1ാമത്തെ ഡ്രൈവർ. അല്ലാഹു തആല അവനക്ക് ഭക്ഷണം തന്നു, വെള്ളം തന്നു, വായു തന്നു, എല്ലാ സജ്ജീകരണങ്ങളും തന്നു. എന്നിട്ടോ ഓനിങ്ങനെ കണക്കൂട്ടി വെച്ചിക്കാണ്, നിസ്കാരത്തിന് ഇത്ര വാങ്ങണം, നോമ്പിന് ഇത്ര വാങ്ങണം, ഹജ്ജിന് ഇത്ര വാങ്ങണം,
ഇന്നാലിന്ന സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ എത്ര വാങ്ങണം എന്ന് പറഞ്ഞ് കണക്കൂട്ടി വെക്കുന്ന ആള് ഓ മുസ്ലിമിന്റെ ദർജയിലാണ്. എന്നാൽ രണ്ടാമത്തെ ആളുണ്ട് ഓ മുഅ്മിനിന്റെ ദർജയിലാണ്. അല്ലാഹു തആല എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ആളാണ്. എന്തെങ്കിലുമൊക്കെ അല്ലാഹു തആലക്ക് തിരിച്ചു ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആര്? മുഅ്മിൻ. എന്നാൽ മൂന്നാമത്തെ ഒരാളുണ്ട്, മുഹ്സിൻ എന്ന് പറയുന്ന ദർജയിലുള്ള മനുഷ്യൻ. ഈ മുഹ്സിന്റെ ചിന്ത എന്താണ്? ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം എനിക്ക് തന്ന എന്റെ പടച്ച റബ്ബിനോട് കാലാകാലം ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി സുജൂദ് ചെയ്താൽ എന്റെ ഒരു രോമത്തിന് പകരമാകുമോ എന്നാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, അല്ലാഹുവേ നിന്റെ തൃപ്തി മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവനാണ് ആര്? ഈ മുഹ്സിൻ, അതായത് മൂന്നാമത്തെ ഡ്രൈവർ. ഈ ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അല്ലാഹുവല്ലാത്ത സകല വസ്തുക്കളുടെയും പാപ്പരത്വം നമുക്ക് മനസ്സിലാകുക. അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സ്നേഹത്തിന്റെ, അനുരാഗത്തിന്റെ ഒരവസ്ഥ, അത് ഹൃദയത്തിലേക്ക് പതിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. ഈ അവസ്ഥ ഉണ്ടാകുമ്പോ ഒരു പക്ഷേ പല ആളുകളും നമ്മളെ എന്ത് ചെയ്തേക്കാം, നമ്മൾ മാല എടുത്ത് ദിക്ർ ചൊല്ലുമ്പോ പല ആളുകളും നമ്മളെ കളിയാക്കിയേക്കാം, പല ആളുകളും കൂക്കി വിളിച്ചേക്കാം, പല ആളുകളും നമ്മളെ പരിഹസിച്ചേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹുമാന്യരായ സൂഫിയാക്കൾ പറഞ്ഞ ഒരു കഥയും കൂടിയുണ്ട്. ഒരു സൂഫി രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണാണ്. ആ സ്വപ്നത്തിൽ ഒരു മലക്ക് വന്നിട്ട് ആ സൂഫിയോട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളെ നാട്ടിലുള്ള എല്ലാ കിണറുകളിലും ശൈത്താൻ വിഷം കലക്കും. അത് കുടിച്ച ആരും മരിക്കൊന്നുമില്ല, പക്ഷെ ആ വെള്ളം കുടിച്ചവർ എല്ലാവരും ആരാവും? ഭ്രാന്തന്മാരാകും. പെട്ടെന്ന് സൂഫി ഞെട്ടി ഉണർന്നു, വേഗം കിണറ്റിൽ പോയി കുറെ അധികം വെള്ളം അദ്ദേഹം ശേഖരിച്ചു. കാരണം ഇന്ന് രാത്രി ശൈത്താന് അതിൽ വിഷം കലക്കാൻ പോവുകയാണ്. ആവുന്ന പാത്രങ്ങളിലൊക്കെ സൂഫി എന്ത് ചെയ്തു? വെള്ളം ശേഖരിച്ചു വെച്ചു. നേരം വെളുത്തു, ആ കിണറ്റിലേക്ക് നാട്ടുകാർ ഒന്നാകെ പാത്രവുമായി വന്ന്, ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിലെ വെള്ളം കുടിച്ച ആളുകളൊക്കെ ഭ്രാന്തന്മാരായി. അവരിങ്ങനെ ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, എന്തൊക്കെയോ പുലഭ്യങ്ങൾ ഇങ്ങനെ പറയുന്നു. സൂഫി അതിങ്ങനെ കാണുകയാണ്. താനല്ലാത്ത എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഭ്രാന്തന്മാരായിട്ടുണ്ട്. കാരണം എന്താ? ആ ശൈത്താൻ കലക്കിയ ആ വെള്ളം കുടിച്ചിട്ട്. പക്ഷേ നാട്ടിൽ സംസാരം വേറെയായിരുന്നു. ജനങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ സൂഫിക്ക് ഭ്രാന്താണ്. ജനങ്ങളൊക്കെ പറഞ്ഞു സൂഫിക്ക് ഭ്രാന്താണ്. എല്ലാവരും പാടെ കൂടി സൂഫിന്റെ പേരിൽ വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കല്ല ഭ്രാന്ത്, ഇങ്ങക്കാണ് ഭ്രാന്ത് എന്നൊക്കെ അവര് പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും അവര് വിടുന്നില്ല. അവസാനം സൂഫിക്ക് മനസ്സിലായി, ഇനിയിപ്പോ ഒരൊറ്റ പോംവഴിയുള്ളൂ. മൂപ്പര് വേഗം ചെന്നിട്ട് ഇവര് കുടിച്ച ആ കിണറുണ്ടല്ലോ, ആ കിണറ്റിലെ വെള്ളം മൂപ്പരാണ് കുടിച്ചു. മൂപ്പരോട് കുടിച്ചപ്പോ മൂപ്പരും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, എന്ത്? സൂഫിന്റെ ഭ്രാന്തൊക്കെ മാറിക്കണു. ഇതേപോലെയാണ് സൂഫിയാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് ഭ്രാന്തായിട്ടേ തോന്നുള്ളൂ. സത്യത്തിൽ ഭ്രാന്ത് ആർക്കാണ്? സൂഫിയാക്കളെ എതിർക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഭ്രാന്തുള്ളത്. കാരണം ഇവര് പറയുന്ന ഇൽമും ഹിക്മത്തൊന്നും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ദഹിക്കുകയോ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാനോ കഴിയില്ല. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ പറയുവാനുള്ളത്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ അവര് പറയുന്ന വാചകങ്ങൾക്ക് നമുക്ക് അറബി അറിയാം, അല്ലെങ്കിൽ നമ്മൾ പല സാഹിത്യങ്ങളും പഠിച്ച ആളാണ് എന്ന് കരുതി അവരുടെ വാചകങ്ങൾക്ക് നമ്മൾ വിശദീകരണം നൽകാൻ നിന്നാൽ നമ്മൾ ഭ്രാന്തന്മാരായി പോകും. നമ്മൾ ആഖിറത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഹിക്കം എന്ന് പറയുന്ന ക്ലാസ് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഉന്നതരായ ആളുകളോട് പറയുന്ന നിർദ്ദേശങ്ങളാണ്. നമ്മളിത് വായിക്കുന്നതും അർത്ഥം വെക്കുന്നതൊക്കെ
അതിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന നമ്മുടെ ഹൃദയത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. ആ ആത്മീയമായ അറിവിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, ഒരുപക്ഷെ നമ്മുടെ നിസ്കാരത്തിന് ഇഖ്ലാസ് വന്നാലോ, നമ്മുടെ അമലുകൾക്ക് ഇഖ്ലാസ് വന്നാലോ, ആ ഒരു മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാകുക. മഹാന്മാർ പറയുന്നുണ്ട്, വുളു എന്ന് പറയുന്നത് 2 നിലക്കുള്ള വുളു ഉണ്ട്. വെള്ളം കൊണ്ടുള്ള വുളു ഉണ്ട്, രക്തം കൊണ്ടുള്ള വുളു ഉണ്ട്. വെള്ളം കൊണ്ടുള്ള വുളു എന്ന് പറയുമ്പോൾ, അശുദ്ധിക്കാരനായൊരു വ്യക്തി വെള്ളം കൊണ്ട് വുളു ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവരെ അവനക്ക് തൊടാൻ പറ്റാത്ത പരിശുദ്ധമായ ഖുർആൻ തൊടാൻ സാധിക്കും. അതുവരെ നിസ്കരിക്കാൻ പറ്റാത്ത ആ വ്യക്തിക്ക് നിസ്കരിക്കാൻ കഴിയും, മറ്റു പല കാര്യങ്ങൾക്കും കഴിയും. എന്നാൽ വെള്ളം കൊണ്ടുള്ള വുളുവിനേക്കാൾ മഹത്തരമായ വുളു ആണ് രക്തം കൊണ്ടുള്ള വുളു. രക്തം കൊണ്ടുള്ള വുളു എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓടുന്ന രക്തം. ആ രക്തത്തിനൊരു വുളു ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ ദിക്റും സ്വലാത്തുകളും ധാരാളമായി ആ വുളു ആകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്, ആ വുളു ആകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കൊണ്ട് അവൻ ധാരാളം അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോൾ, ആ ഹൃദയത്തിലൂടെയാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ രക്തധമനികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടെങ്കിൽ, ആ ഹൃദയം ആ രക്തത്തിന് ഇങ്ങനെ ശുദ്ധീകരിക്കും. ആ രക്തത്തിലുള്ള അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത് പോലത്തെ മാരകമായ രോഗാണുക്കളെ ഈ വുളു ഇല്ലായ്മ ചെയ്യും. ഈ വുളു അതിനെ സംസ്കരിക്കും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, മനുഷ്യന്മാരെ രക്തത്തിലൂടെ ഇബ്ലീസ് സഞ്ചരിക്കും. ആ ഇബ്ലീസിന്റെ സഞ്ചാര വേഗതയെ നിർമാർജനം ചെയ്യും. ആ രക്തത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന കലിമ ഒഴുകുമ്പോൾ ഇബ്ലീസിന് ഒരിക്കലും അതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇബ്ലീസിന്റെ വാതിൽ കൊട്ടിയടയും. അങ്ങനെ അവന്റെ ശരീരത്തിൽ മൊത്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ സുന്ദരമായ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹുവിനെ കൺകുളിർക്കെ കാണുന്ന ഏറ്റവും അനുഭൂതിയുള്ള നിമിഷം അവനിലേക്ക് വന്നു ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ എത്തണമെങ്കിൽ ഈ ലോകത്ത് അല്ലാഹുവല്ലാത്ത ഒരു വസ്തുവിലേക്കും നമ്മൾ ശ്രദ്ധ പോകാൻ പാടില്ല. സർവത്തിനെ തൊട്ടും നമ്മൾ ആശ മുറിഞ്ഞവരായിരിക്കണം. നമ്മൾ എല്ലാത്തിനെ തൊട്ടും നമ്മൾ എന്ത് ചെയ്യണം? പാടെ ഒഴിഞ്ഞു നിന്ന് ഒന്നിനെയും കൊതിക്കാതെ എൻ്റെ പ്രപഞ്ചനാഥനെ മാത്രം കൊതിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മളാണ് സ്വതന്ത്രർ. അതല്ല, ചില ആളുകൾ ദുന്യാവിൻ്റെ അടിമകളാണ്, ചില ആളുകൾ സമ്പത്തിന്റെ അടിമകളാണ്, ചില ആളുകൾ സന്താനങ്ങളുടെ അടിമകളാണ്, ചില ആളുകൾ ഭാര്യമാരുടെ അടിമകളാണ്, ചില ആളുകൾ സമൂഹത്തിന്റെ അടിമകളാണ്. നമ്മൾ പൂർണ്ണമായും ഈ ദുനിയാവിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രന്മാരാവുക, അള്ളാഹുവിന്റെ മാത്രം അടിമയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.